സ്റ്റേജ് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഇത് 30 വയസ്സ് കഴിഞ്ഞവരെ കളിയാക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഞങ്ങൾ ഇങ്ങനെ സിനിമയെ കാണാതെ പേഴ്സണൽ ആയിട്ട് എടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതാണ് വളരെ സൊസൈറ്റി എഫക്ട് ചെയ്യുന്നത് കരുതുന്നുണ്ടോ? അല്ല, സിനിമ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് സിനിമ എല്ലാവർക്കും വളരെ പേഴ്സണലാണ്. ഇപ്പൊ ഇങ്ങനൊക്കെ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്നില്ലേ പല കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ഒന്ന് അവരുടെയൊക്കെ തോളത്താണ് സിനിമ, അവരുടെ റെസ്പോൺസിബിലിറ്റി. കാരണം ഒരു കോമൺ മാൻ റെസ്പോൺസിബിലിറ്റി, ഇത് എന്റർടൈൻമെന്റിനെ മാറിയിട്ട് വേറെ രീതിയിൽ വളരെ ക്രിട്ടിക്കലായിട്ടും ഇപ്പൊ എനിക്കില്ലാത്ത പ്രശ്നവും ഇവിടെ ഇല്ലാത്ത പലർക്കുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടാവും. എന്റെ കരിയറിനെ ആലോചിച്ച്, എന്റെ ജീവിതത്തെ ആലോചിച്ച്, എന്റെ ഇതിനെ പ്രതിസന്ധി, മലയാള സിനിമയുടെ പ്രതിസന്ധി ഒക്കെ അവന്റെ തോളിലാണ്. ഒക്കെ അവർക്ക് പേഴ്സണലാണ്, മനസ്സിലായില്ലേ? കാരണം അത് ഒരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അത് അവന്റെ പേഴ്സണൽ തോട്ടാണ്, നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റാത്ത. അപ്പം പലതും പേഴ്സണൽ ആവുന്നിടത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഹെയ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് തുടങ്ങും നമ്മൾ. അപ്പൊ ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സാധനം, ഞാൻ ഇവനെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവൻ എന്നോട് വെറുപ്പുണ്ട്, ഞാൻ ഇവൻ എന്ത് ചെയ്തു, അപ്പോ എന്ത് ചെയ്തിട്ടാണ് അവൻ എന്നോട് ഇത്ര പ്രശ്നം? കാരണം ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ സിനിമ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ആൾക്കാരെ വെറുക്കുന്ന എന്തിനാ അറിയാമോ? നമ്മൾ സിനിമ ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും ഇവിടെ വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വലിയ നല്ല സിനിമ ചെയ്യുന്നവരൊക്കെ നല്ല മനുഷ്യന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലല്ലായിരിക്കും. ചിലപ്പോ അതേ ഓടാത്ത പല പൊട്ടി സിനിമ ചെയ്യുന്ന ഞാനോ നല്ല മനുഷ്യനല്ലടാ. അത് ഈ ജഡ്ജ് ചെയ്യുന്നത് ആസ്വദിക്കുന്നതായിട്ട് വലിയ വ്യത്യാസമുണ്ട്. വിദേശത്തൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്നാൽ എൻജോയ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് നമ്മൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എല്ലാ സാധനവും വളരെ ജഡ്ജ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്റർവ്യൂ, ഞങ്ങളെല്ലാവരും ഈ പടത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂ ചെയ്തല്ലോ, ഞങ്ങൾ 4-5 സുഹൃത്തുക്കളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത്. ഞാൻ ഇതിന്റെ ചില ഇന്റർവ്യൂ ഒക്കെ ലിങ്ക് കിട്ടി ഇങ്ങനെ കമന്റ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ചില ആൾക്കാർ ഈ ധ്യാൻ അത് പറഞ്ഞത് തുഷാരടിക്ക് ഇഷ്ടപ്പെട്ടില്ല, മറ്റവൻ ഇവന്റെ ഈ സമയം എത്രയും അജു വർഗീസ് അങ്ങോട്ട് നോക്കിയിരുന്നത് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു? ഇതൊന്നുമില്ല. ഇതൊക്കെ ഇവർ പേഴ്സണലായി എടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആ സമയത്തെ മാനസികതയിൽ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഒരു വിദ്വേഷം മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തതെന്നൊക്കെ ഓവർ തിങ്ക് ചെയ്ത് കഥകൾ മെനഞ്ഞ് കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പലതരത്തില്. അവിടെ ഇതിനെ എന്ത് രസമായിട്ട് കണ്ട് ചിരിച്ച് മറക്കാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഇന്റർവ്യൂ അല്ലേ, അതൊരു ഇനം ഞങ്ങൾ പ്രസന്റ് ചെയ്തൊന്നുമല്ലോ. ഞാൻ പണ്ടൊക്കെ ഞാൻ ഇന്നലെ ധ്യാനെ വിളിച്ചു പറഞ്ഞു, ഞാന് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് നല്ലതാന്ന് പറയുന്ന ആൾക്കാരുണ്ട്, TV ഷോ കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ട് വരുന്നുണ്ട്, ഇന്റർവ്യൂ കണ്ടിരുന്നു നന്നായിരുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു. അതൊരു ഐറ്റം പോലെയായി, ഒരു ഐറ്റം നമ്മൾ ചെയ്ത പോലെയായി. എനിക്കിതറിയില്ലല്ലോ. ഞാന് ഇടക്കാലത്ത് ഈ ക്യാപ്ഷൻ ഇടുമല്ലോ, ഞാൻ നല്ല ക്യാപ്ഷനുകൾ ഇടുമായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ, ചേട്ടാ ഇന്നത്തെ ക്യാപ്ഷൻ ഏറ്റില്ലെന്നൊരു കമന്റ്. ഇത് ഞാൻ വെറുതെ ഫോട്ടോ എടുത്ത ഒരു ക്യാപ്ഷൻ അല്ല, ഇത് അതെനിക്ക് പെട്ടെന്ന് കിട്ടല്ലേ. ഒരു ദിവസം കൊണ്ട് ഇതിന്റെ ക്യാപ്ഷൻ ഇടണം, എനിക്കൊരു 10 വയസ്സ് പ്രയോജനമില്ലാത്ത കാര്യം എനിക്കറിയാലോ. നല്ല ക്യാപ്ഷൻ, ദേഷ്യം വേണ്ട, ചിരിക്കുന്നെങ്കിൽ ഒരു ചിരി വന്നിട്ട് കേട്ടോ ഇന്നത്തെ ക്യാപ്ഷൻ അത്ര ഏറ്റില്ലെന്നൊരു കമന്റ്. ഇതൊക്കെ ജഡ്ജ് ചെയ്യാണ്. ഇതവൻ റിവ്യൂ പറയാൻ തുടങ്ങി എന്റെ ക്യാപ്ഷന്. ഇതിന്റെയൊക്കെ റിവ്യൂ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ പിറ്റേ ദിവസം ശ്രദ്ധിക്കും ക്യാപ്ഷൻ ഇടുന്ന സമയത്ത്. ഞാൻ നിർത്തി. എനിക്ക് ഇവന്റെ ജഡ്ജ്മെന്റിന് എന്താ ഞാൻ ഫോട്ടോ നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ പ്രശ്നം അറിയുമോ, ഈ ഇന്റർവ്യൂ രസമില്ല, ഇത് ചിരിക്കാനൊന്നും ഇല്ലെന്നോ എനിക്ക് ടെൻഷനാണ്. നന്നാക്കണല്ലോ അതുണ്ടാക്കാം. പക്ഷെ നിങ്ങൾ ഇനി ജീവ എന്തെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ജീവ റെസ്റ്റ്ലെസ് ആയി തുടങ്ങി. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഇവര് ഗുണങ്ങൾ ഒരുപാടുണ്ട്, അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. പിന്നെ നല്ലത് വിശ്വസിക്കാതെയുമായി. അതായത് ഞാൻ ഒരിക്കൽ പറഞ്ഞില്ല, അതായത് ഒരുത്തം പോലും 10 പേരെ ഇടിച്ചിടുന്നത് വിശ്വസിക്കുന്ന അത്ര പോലും ഒരുത്തം പോയി 10 പേർക്ക് കൂടി മേടിച്ചു കൊടുക്കുന്ന സിനിമ വിശ്വസിക്കുകയല്ല. ഇല്ല, അവനെ നന്മമരെന്നൊക്കെ വിളിച്ച് അവന്റെ ചാറെടുത്തിട്ട് അവനെ പരിപിളകളയും ചെയ്യാൻ പറ്റത്തില്ല. ആരോടെങ്കിലും നന്നായിട്ട് പറഞ്ഞാൽ കേറോളിയായി. അങ്ങനെ ഇപ്പൊ ഓളികളുടെ കാലവും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തിനേയും കുറ്റം പറഞ്ഞ് ഈസിയാ, പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നല്ലതുണ്ടെങ്കിൽ ഇത് കൊള്ളായിരുന്നു കേട്ടോ, അങ്ങനെ പറയുന്നിടത്താണ് ഇപ്പൊ കുറച്ചുകൂടെ റിലവൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാവരും പറയുന്ന ഇവരോട് ചോദിച്ചല്ലോ സിനിമാറ്റിക് ആയിട്ടാണ് ഈ കഥ പറഞ്ഞെന്നുള്ളത്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടന്ന പല കാര്യവും നമുക്ക് സിനിമയായിട്ട് കാണിക്കാൻ പറ്റില്ല. ഇപ്പം ഈ അടുത്ത് വളരെ നമ്മളെല്ലാം ഞെട്ടിപ്പോയ ഒരു കൊലപാതകം, ഒരാൾ 4-5 പേരെ കൊന്നു. സിനിമയിൽ ഇയാള് കാരണമായി പറഞ്ഞ ഒന്നും സിനിമയ്ക്ക് റീസൺ അല്ല. സിനിമയിൽ ഒരു ക്യാരക്ടർ അങ്ങനെ പോയി കൊന്ന ആൾക്കാർ കൂവും, അയ്യേ ഇതെന്ത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരാൾ പോയി കൊല്ലുമെന്നൊക്കെ ചോദിക്കും. ലോജിക്ക് നോക്കും. അന്നേരം സമൂഹത്തിൽ നടക്കുന്ന അത്രയും സത്യത്തിൽ ഇപ്പൊ സിനിമാറ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ചൊരു വരനും വധു ഇറങ്ങി വരുന്നു, ഒരു മരക്കം പൊടിഞ്ഞ് തലേ വീണു, വരൻ മരിച്ചു. നിങ്ങൾ ഈ വാർത്ത പത്രത്തിൽ വായിച്ചാൽ ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞിട്ട് മരം ഒടിഞ്ഞു തലേ. ഇത് സിനിമയെ കാണിച്ച ആ സീനും പോവും.
മരക്കൊമ്പ് അപ്പൊ തന്നെ മരക്കൊമ്പ് അവന്റെ തലയിൽ വീണ് പിന്നെ ചോദിക്കും. അപ്പൊ സത്യത്തിൽ സിനിമാറ്റിക് ആക്ടർ എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള അത്ര ഇല്ല സിനിമയില്. സമൂഹത്തിലാണ് കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാൻ, സിനിമ വിശ്വസിപ്പിക്കാൻ കൂടുതൽ പാടാണ്.